ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബയോകെമിസ്ട്രി ഓഫ് അയൺ. നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ബയോകെമിസ്ട്രി ഓഫ് അയണും ബയോകെമിസ്ട്രി ഓഫ് മഗ്നീഷ്യം ആൻഡ് കാൽഷ്യം. അല്ല, നമുക്ക് ഫസ്റ്റ് ബയോകെമിസ്ട്രി ഓഫ് അയൺ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ബയോകെമിസ്ട്രി എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ നമ്മൾ പറയേണ്ടത് ഇപ്പം പല ലിവിങ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ബയോളജിക്കൽ വേൾഡിൽ അയൺ എങ്ങനെയൊക്കെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ഡിഫറെൻറ്റ് പ്രോട്ടീൻസിനകത്തൊക്കെ അയൺ സെൻട്രൽ മെറ്റലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ബയോകെമിസ്ട്രി ഓഫ് അയണിൽ പറയേണ്ടത്. അപ്പം നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റം എടുത്താൽ കൂടുതലായിട്ടും കണ്ടുവരുന്ന ആക്റ്റീവ് സൈറ്റിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ട്രാൻസിഷൻ മെറ്റലാണ് അയൺ. ഒരുപാട് ബയോളജിക്കൽ സിസ്റ്റത്തിനകത്ത് തന്നെ ഒരുപാട് പ്രോട്ടീൻസിൻ്റെയും ആക്റ്റീവ് സെൻറ്റേഴ്സിൻ്റെയൊക്കെ ആക്റ്റീവ് സൈറ്റിൽ കണ്ടുവരുന്ന ട്രാൻസിഷൻ മെറ്റലാണ് അയൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ടും ഓരോ പ്രോട്ടീൻസിൻ്റെ കേസിൽ അല്ലെങ്കിൽ ബയോളജിക്കൽ സിസ്റ്റത്തിനകത്തുള്ള ഓരോ സിസ്റ്റത്തിലും അല്ലെ ഏതൊക്കെ സിസ്റ്റത്തിലാണ് അയൺ കണ്ടുവരുന്നത്, അവരുടെ ഫങ്ഷൻ എന്തുവാണ്, നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു പോകാം. ഫസ്റ്റ് പറയുന്നത് നമ്മളിപ്പം പറഞ്ഞു നിർത്തിയ സൈറ്റോക്രോംസും ഫെറിഡോക്സിനും. അവിടെ രണ്ട് കേസിലും സൈറ്റോക്രോംസിൻ്റെ കേസിലായാലും ഫെറിഡോക്സിൻ്റെ കേസിലായാലും നമ്മൾ പറഞ്ഞു സെൻട്രൽ മെറ്റലായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? അയണാണ് സെൻട്രൽ മെറ്റൽ. അപ്പം ഈ രണ്ട് കേസിലും സൈറ്റോക്രോംസിൻ്റെ കേസിലായാലും ഫെറിഡോക്സിൻ്റെ കേസിലായാലും അയൺ എന്തിനാണ് അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊരു ആക്ടിവിറ്റിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? ഇലക്ട്രോൺ ട്രാൻസ്ഫർ അല്ലേ. സോ നമുക്ക് പറയാം സൈറ്റോക്രോംസ് ഫെറിഡോക്സിൻ ഈ രണ്ട് സ്പീഷീസിനകത്ത് സെൻട്രൽ മെറ്റലായിട്ട് ആക്ട് ചെയ്യുന്നത് അയൺ ആണ്. ആ രണ്ട് കേസിലും അയൺ അവിടെ ഇലക്ട്രോൺ ക്യാരിയർ അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫറിങ് പ്രോസസ്സിലാണ് ഇൻവോൾവ് ചെയ്യുന്നത്. പ്ലാന്റ്സിൻ്റെ കേസിലായാലും ആനിമൽസിൻ്റെ കേസിലായാലും ഇവർ ഇലക്ട്രോൺ ട്രാൻസ്ഫറിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ അയൺ കണ്ടൈനിങ് കോംപ്ലക്സ് ആണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനകത്ത് അയൺ ചെയ്യുന്നത് ഏത് ഫംഗ്ഷനാണ്? ഓക്സിജൻ ക്യാരിയർ. ബ്ലഡിൽ ഓക്സിജൻ ക്യാരിയർ ആയിട്ടാണ് ഹീമോഗ്ലോബിൻ്റെ കേസിൽ അയൺ ആക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ് ഫെറിറ്റിൻ. ഫെറിറ്റിൻ എന്ന് പറഞ്ഞാൽ അയൺ കണ്ടൈനിങ് കോംപ്ലക്സ് ആണ്. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ അയണിനെ മെറ്റബോളിസത്തിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. സ്റ്റോറേജ് ഓഫ് അയൺ. നമ്മൾ പഠിച്ചത് അയണിൻ്റെ ട്രാൻസ്പോർട്ട് മാത്രമേ നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളൂ. ഇത് നമ്മൾ ഹയർ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അയണിൻ്റെ സ്റ്റോറേജിനെ കുറിച്ച്. അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു അയൺ കണ്ടൈനിങ് സ്പീഷീസ് ആണ് ഫെറിറ്റിൻ എന്ന് പറയുന്നത്. ഫെറിറ്റിൻ്റെയും സെൻട്രൽ മെറ്റലായിട്ട് അല്ലെങ്കിൽ ആക്റ്റീവ് സൈറ്റിൽ മെറ്റലായിട്ട് ആക്ട് ചെയ്യുന്നത് അയൺ ആണ്. അവിടെ അയണിൻ്റെ ജോലി സ്റ്റോറേജ് ഓഫ് അയൺ, അയണിനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഫെറിറ്റിനകത്ത് അവരുടെ ജോലി. ഫെറിറ്റിനെ ജനറലി കണ്ടുവരുന്നത് ബോഡിയിൽ സ്പ്ലീൻ, ലിവർ, ബോൺ മാരോസിലൊക്കെയാണ് ഫെറിറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളത്. പിന്നെ അയൺ കണ്ടൈനിങ് അടുത്ത സ്പീഷീസ് ആണ് അയണിൻ്റെ റോൾ വരുന്ന അല്ലെങ്കിൽ അയണിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉള്ള വേറൊരു സ്പീഷീസ് ആണ് ട്രാൻസ്ഫെറിൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫറിൻ്റെ കേസിലും സെൻട്രൽ മെറ്റലായിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്റ്റീവ് സൈറ്റിൽ അയൺ ഉണ്ട്. +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് അയൺ കാണുന്നത്. അവരുടെ ജോലിയും എന്താണ്? അയണിനെ ക്യാരി ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുമായിട്ടുള്ള ജോലിയാണ് ട്രാൻസ്ഫറിനുള്ളത്. നമ്മുടെ പറഞ്ഞില്ലേ ഫെറിറ്റിനകത്താണ് അയണിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ ഫെറിറ്റിനിലോട്ട് അയണിനെ ക്യാരി ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഒരു സ്പീഷീസാണ് ട്രാൻസ്ഫെറിൻ എന്ന് പറയുന്നത്. ഹയർ അനിമൽസിൻ്റെ കേസിലൊക്കെ ഹയർ സ്പീഷീസിലുള്ള അനിമൽസിൻ്റെയൊക്കെ കേസിൽ അയണിനെ ഫെറിറ്റിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യിക്കുന്ന ആളുകളാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അവിടെ അയണാണ് ആക്റ്റീവ് സൈറ്റിലുള്ള മെറ്റൽ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഉള്ളത്. അടുത്ത ഒരു സ്പീഷീസാണ് ഹീമെറിത്രിൻ. ഹീമെറിത്രിൻ എന്ന് പറഞ്ഞാൽ നോൺ ഹീം ഗ്രൂപ്പിൽ പെടുന്നതാണ്. നമ്മൾ നോൺ ഹീം ഗ്രൂപ്പിൽ പഠിച്ചല്ലോ രണ്ടുപേരെ, ഫെറിഡോക്സിനും റുബ്രിഡോക്സിനും പഠിച്ചില്ലേ? അവിടെ ആക്റ്റീവ് സൈറ്റിൽ അയൺ ആണ് ഉള്ളത്, പക്ഷേ അവരുടെ ആക്റ്റീവ് സൈറ്റ് ഹീം ഗ്രൂപ്പ് അല്ല, ഹീം അല്ലാത്ത വേറെ ഗ്രൂപ്പാണെന്നും പറഞ്ഞിട്ട്. അതുപോലെ നോൺ ഹീം ആയിട്ടുള്ള വേറൊരു പ്രോട്ടീനാണ് ഹീമെറിത്രിൻ. അത് നമ്മൾ ഹയർ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക, ഹീമെറിത്രിൻ എന്ന് പറയുന്നത് ആക്റ്റീവ് സൈറ്റിൽ അയൺ ഉള്ള ഒരു നോൺ ഹീം പ്രോട്ടീനാണ് ഹീമെറിത്രിൻ. അവരുടെ ജോലി മറൈൻ വോംസിൻ്റെയൊക്കെ കേസിൽ, മറൈൻ ഓർഗാനിസംസിൻ്റെയൊക്കെ കേസിൽ ഓക്സിജനെ ക്യാരി ചെയ്യുന്ന ജോലിയാണ് ഹീമെറിത്രിനുള്ളത്. പിന്നെ ഒരു സ്പീഷീസാണ് സിഡ്രോഫോർസ്.
സിഡ്രോഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയാസിൻ്റെ ഒക്കെ കേസിൽ അയണിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് സിഡ്രോഫോഴ്സ്. നമ്മൾ ട്രാൻസ്ഫറിൻ പറഞ്ഞില്ലേ, ട്രാൻസ്ഫറിൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഹയർ ആനിമൽസിൻ്റെ ഒക്കെ കേസിൽ അയണിനെ ഫെർട്ടിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നവരാണ് ട്രാൻസ്ഫറിൻ. ഇനി ബാക്ടീരിയാസിൻ്റെ ഒക്കെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിൻ്റെ ഒക്കെ കേസിൽ അയണിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ്, അയൺ കണ്ടെയ്നിങ് സ്പീഷീസ് ആണ് സിഡ്രോഫോഴ്സ് എന്ന് പറയുന്നത്. ബാക്ടീരിയാസിൻ്റെ കേസിൽ ട്രാൻസ്പോർട്ട് ഓഫ് അയണിൽ ഇൻവോൾവ് ചെയ്യുന്നവരാണ് സിഡ്രോഫോഴ്സ് എന്ന് പറയുന്നത്. അതിനെ ഫെർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫെറിക്രോംസ്, ഫെറിയോക്സാമിൻസ്, എൻട്രോബാക്ടിൻസ്. അതൊന്നും വലിയ ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. നമുക്ക് ജസ്റ്റ് ഈ കുറച്ച് സ്പീഷീസ് നമ്മൾ പറഞ്ഞില്ലേ, ഫെറിഡോക്സിൻ, ഹീമോഗ്ലോബിൻ, ഫെറിറ്റിൻ, ട്രാൻസ്ഫറിൻ, ഹീമറിത്രിൻ, സിഡ്രോഫോഴ്സ്, ഇത്രയും പേരുടെ പേരുകൾ ഓർത്ത് വെച്ചിരിക്കുക, ഇവരുടെ ജോലികൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പം ബയോകെമിസ്ട്രി ഓഫ് അയൺ ചോദിക്കുമ്പോഴത്തേന് ഇത്രയും സ്പീഷീസിൻ്റെ പേര് വിട്ടുപോകരുത്. ഇത്രയും സ്പീഷീസിൻ്റെ പേര് എഴുതണം, അവരുടെ ജോലി എഴുതണം. പിന്നെ ഒരു മാർക്കിന് ഇവിടുന്ന് ചോദിക്കാവുന്ന 2 ക്വസ്റ്റ്യൻ ആണ്. അയൺ കണ്ടെയ്നിങ് ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റിന് ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ ട്രാൻസ്ഫറിൻ എഴുതാം. അയൺ കണ്ടെയ്നിങ് ആൻറ്റി ബാക്ടീരിയൽ ഏജൻ്റ് ആണ് ട്രാൻസ്ഫറിൻ. ഇനി ആൻറ്റി ബാക്ടീരിയൽ ട്രാൻസ്ഫറിൻ ഒരു എക്സാമ്പിൾ പറയാം. ട്രാൻസ്ഫറിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ഫോമിലുള്ള ഒരു ട്രാൻസ്ഫറിന് എക്സാമ്പിൾ ചോദിച്ചാൽ ലാക്ടോഫെറിൻ. ഒരു മാർക്കിന് ചോദിക്കാവുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ബയോകെമിസ്ട്രി ഓഫ് അയണിൽ ചോദിക്കുമ്പോഴത്തേന് നമ്മൾ അയണിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ബയോ വേൾഡിലുള്ള ഓർഗാനിസംസിനകത്ത് വരുന്ന അയണിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉള്ള സ്പീഷീസുകളെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പം ഫസ്റ്റിൽ സൈറ്റോക്രോംസ്, ഫെറിഡോക്സിൻ. അവിടെ 2 കേസിലും അയൺ കണ്ടെയ്നിങ് സ്പീഷീസാണ് അവർ രണ്ടുപേരും. അവരുടെ ജോലി പ്ലാന്റ്സിലും ആനിമൽസിലും ഇലക്ട്രോണിനെ ക്യാരി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നവരാണ്. അയൺ കണ്ടെയ്നിങ് സ്പീഷീസാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ്റെ ജോലി ഓക്സിജൻ ക്യാരിയർ. മാമൽസിൻ്റെയും ഹയർ ആനിമൽസിൻ്റെ ഒക്കെ കേസിൽ ബ്ലഡിൽ ഓക്സിജനെ ക്യാരി ചെയ്യുന്ന ജോലിയാണ് ഹീമോഗ്ലോബിൻ. അടുത്ത ഒരു അയൺ കണ്ടെയ്നിങ് സ്പീഷീസ് ആണ് ഫെറിറ്റിൻ. ഫെറിറ്റിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അയണിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. സ്പ്ലീൻ, ലിവർ, ബോൺ മാരോസിലൊക്കെയാണ് ഫെറിറ്റിൻ കൂടുതലായിട്ട് അബണ്ടൻ്റ് ആയിട്ടുള്ളത്. അവരുടെ ഫംഗ്ഷൻ അയണിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. അടുത്ത ഒരു സ്പീഷീസ് ആണ് ട്രാൻസ്ഫറിൻ. അവിടെ അയൺ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ആക്റ്റീവ് സൈറ്റിലുള്ള ഒരു സ്പീഷീസ് ആണ് ട്രാൻസ്ഫറിൻ. ട്രാൻസ്ഫറിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഹയർ ആനിമൽസിൻ്റെയൊക്കെ കേസിൽ ഈ അയണിനെ എങ്ങോട്ട് ക്യാരി ചെയ്തുകൊണ്ട് പോകും? ഫെറിറ്റിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് പോകും. അതാണ് ട്രാൻസ്ഫറിൻ. അടുത്ത ഹീമറിത്രിൻ. ഹീമറിത്രിൻ എന്ന് പറഞ്ഞാൽ ഒരു അയൺ കണ്ടെയ്നിങ് നോൺ ഹീം പ്രോട്ടീൻ ആണ്. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഹീമറിത്രിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ മറൈൻ ഓർഗാനിസംസിൻ്റെയൊക്കെ കേസിൽ ഓക്സിജനെ ക്യാരി ചെയ്യുന്ന ജോലിയാണ് ഹീമറിത്രിനുള്ളത്. അടുത്തത് വരുന്നത് സിഡ്രോഫോഴ്സ്. സിഡ്രോഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫറിൻ ഹയർ ആനിമൽസിൻ്റെ കേസിൽ അയണിനെ ഫെർട്ടിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകും, ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നവരായിരുന്നു. അതുപോലെ സെയിം ജോലി ബാക്ടീരിയാസിൻ്റെ കേസിൽ ചെയ്യുന്നവരാണ് സിഡ്രോഫോഴ്സ്. അവർ ഈ അയണിനെ ക്യാരി ചെയ്തുകൊണ്ട് ഫെർട്ടിൻ അതുപോലെ അല്ലെങ്കിൽ അയണിനെ ബാക്ടീരിയാസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിൻ്റെയൊക്കെ കേസിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന സ്പീഷീസാണ് അല്ലെങ്കിൽ ഗ്രൂപ്പാണ് സിഡ്രോഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ 1 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഓർത്ത് വെച്ചേക്കുക. അയൺ കണ്ടെയ്നിങ് ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റിന് എക്സാമ്പിൾ ചോദിച്ചാൽ ട്രാൻസ്ഫറിന് എഴുതാം. ഒരു ആൻറ്റി ബാക്ടീരിയൽ ട്രാൻസ്ഫറിന് എക്സാമ്പിൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാക്ടോഫെറിന് എഴുതാം. ഇനി ആ ബയോകെമിസ്ട്രിയുടെ കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് അയൺ ടോക്സിസിറ്റി ആൻഡ് ന്യൂട്രീഷൻ. അതായത് നമുക്ക് ഏതൊരു സ്പീഷീസും നമ്മുടെ ബോഡിയിൽ ഒരു നിശ്ചിത അളവിലായിരിക്കണം ആവശ്യമായിട്ട് വരുന്നത്. ആ നിശ്ചിത അളവിൽ ബോഡിയിൽ അതിൻ്റെ അംശം കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് ടോക്സിക് ആയിട്ട് പോകും. അപ്പോൾ അയണിൻ്റെ കേസിലും അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ അളവ് നമ്മുടെ ബോഡിയിൽ ആവശ്യമാണ്. ആ അളവിനെക്കാട്ടിൽ കൂടിയാലും അത് ടോക്സിക് ആണ്, കുറഞ്ഞാലും അത് ദോഷമാണ്. സോ ഒരു പെർട്ടിക്കുലർ അളവാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പം അതെപ്പോഴാണ് അയണിൻ്റെ അളവ് ടോക്സിക് ആവുന്നതെന്നുള്ള കാര്യമാണ് നമ്മൾ ഇനിയും പറയാൻ പോകുന്നത് അയൺ ടോക്സിസിറ്റി ആൻഡ് ന്യൂട്രീഷനകത്ത്. അപ്പം അയണിൻ്റെ നമുക്ക് ഒരു നിശ്ചിത അളവിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ടോക്സിക് കണ്ടീഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഓർഗൻസിലൊക്കെ കയറി എക്സസീവായിട്ട് അയണിനെ അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കും. ആ കണ്ടീഷനെയാണ് ഹീമോക്രൊമാറ്റോസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ളതിനെക്കാട്ടിൽ കൂടുതലായിട്ടുള്ള അയണിനെ നമ്മുടെ ബോഡിയിലെ ഓർഗൻസിലൊക്കെ കയറിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അതിൻ്റെ ഫലമായിട്ട് ഓർഗൻസിനൊക്കെ ഡാമേജസ് സംഭവിക്കും. അങ്ങനത്തെ കണ്ടീഷനെയാണ് ഹീമോക്രൊമാറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അയൺ ടോക്സിസിറ്റി എന്ന് പറയുന്നത്. അയണിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കൂടുമ്പോഴത്തേനും അത് ടോക്സിക് ആയിട്ട് മാറി.
പിന്നെ പറയുന്ന കേസിലെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇപ്പം അയണിൻ്റെ എമൗണ്ട് കൂടുവാണെന്നുണ്ടെങ്കിൽ അതിനെ എക്സ്ക്രീറ്റ് ചെയ്ത് പുറന്തള്ളാനായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മെക്കാനിസം ഇല്ല. അതാണ് ഹ്യൂമൻ ബോഡിയിലുള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എക്സസ് ആയിട്ട് വരുന്ന അയണിനെ പ്രോപ്പറായിട്ട് പുറത്തോട്ട് എക്സ്ക്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെക്കാനിസം ഇല്ല. പക്ഷെ പ്ലാന്റ്സിൻ്റെ കേസിൽ ചില പ്ലാന്റ്സിൻ്റെ കേസിൽ അങ്ങനത്തെ മെക്കാനിസം ഉണ്ട്. അവർക്ക് അയണിൻ്റെ ടോക്സിക് കണ്ടീഷൻ വരുമ്പോഴത്തേന് അവരെ റിമൂവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് മെക്കാനിസം ഉണ്ട്. ആ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഫ്ലഡഡ് സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോഴത്തേന് അവിടുത്തെ സോയിലിൽ Fe2ൻ്റെ കോൺസെൻട്രേഷൻ കൂടും. അയൺ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള അയണിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. അപ്പോൾ ഹൈ ലെവൽ ആയിക്കഴിഞ്ഞാൽ അതെന്തിനു കാരണമായി പോകും? അയൺ ടോക്സിസിറ്റിക്ക് കാരണമായി പോകും. ആ പ്ലാന്റിന് വേണ്ടുന്ന അളവിനെക്കാട്ടിൽ കൂടുതൽ ആ സോയിലിൽ അല്ലെങ്കിൽ അവരുടെ റൂട്ടിൽ അയൺ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള അയണിൻ്റെ കണ്ടൻറ്റ് കൂടിയാൽ അത് ടോക്സിക് കണ്ടീഷനായിട്ട് മാറും. അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം റൈസ് പ്ലാന്റ്സ്, വാട്ടർ ലിലീസ് പോലെയുള്ള പ്ലാന്റ്സിനൊക്കെ പെക്യുലാരിറ്റി ഉണ്ട്. അവരെന്തോ ചെയ്യും? എയറിൽ നിന്നുള്ള ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്ത് റൂട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. റൂട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ഈ എക്സസ് ആയിട്ടുള്ള +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള എക്സസ് ആയിട്ടുള്ള അയണിനെ കുറേ പേരെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇൻസോലുബിൾ ആയിട്ടുള്ള സോൾട്സ് ആക്കി മാറ്റും. അതായത് ഫ്ലഡഡ് സോയിലിലൊക്കെ +2 അയൺ ഓക്സിഡേഷൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോഴത്തേന് ആ കേസിലൊക്കെ പ്ലാന്റ്സിന് അയൺ ടോക്സിസിറ്റിക്ക് ഉള്ള ചാൻസസ് കൂടും. അപ്പോൾ അവിടെ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ഓക്സിജനെ ട്രാൻസ്ഫർ ചെയ്ത് റൂട്ട് സർഫസിലോട്ട് കൊണ്ടുവരും. റൂട്ട് സർഫസിലോട്ട് കൊണ്ടുവന്നിട്ട് അവിടെയുള്ള അയണിനെ +2 സ്റ്റേറ്റിൽ എക്സസ് ആയിട്ടുള്ള അയണിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് അവർ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ എക്സസ് ആയിട്ടുള്ള കുറേ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ളവരെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ +3 സ്റ്റേറ്റിൽ അവർ ഇൻസോലുബിളാണ്. അപ്പം അങ്ങനെ ഈ ഒരു മെക്കാനിസം വഴി പ്ലാന്റ്സിന് എന്തിനുള്ള കഴിവുണ്ട്? ഈ അയൺ ടോക്സിസിറ്റിയെ ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ചില ടൈപ്പ് ഓഫ് പ്ലാന്റ്സിനുണ്ട്. പക്ഷേ ഹ്യൂമൻ ബോഡിക്കകത്ത് ഈ എക്സ്ക്രീഷൻ ഓഫ് അയണിന് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മെക്കാനിസം ഇല്ല. അതാണ് പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെയും കേസിലുള്ള ഒരു ഡിഫറൻസ്. പിന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹീം അയണും ഉണ്ട്, നോൺ ഹീം അയണും ഉണ്ട്. ഹീം അയൺ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് സൈറ്റ് ഹീം ഗ്രൂപ്പ് ആയിരിക്കും. നോൺ ഹീം അയൺ എന്ന് പറയുമ്പോഴത്തേന് സെൻട്രൽ മെറ്റൽ അയൺ ആയിരിക്കും, പക്ഷേ ആക്റ്റീവ് സൈറ്റ് ഹീം ഗ്രൂപ്പ് ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഫുഡ് നാച്ചുറലി നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിൽ അയൺ കണ്ടൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോൺ ഹീം അയണിനെക്കാട്ടിൽ റെഡിലി നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി കൂടുതൽ ഹീം അയണിനാണ്. അതായത് ഹീം അയൺ അബ്സോർബ് 5-10 ടൈംസ് റെഡിലി ദാൻ നോൺ ഹീം അയൺ. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡിൽ ഹീം അയണും നോൺ ഹീം അയണും പ്രസൻ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിട്ടുള്ളത് ഹീം അയണിനെ ആയിരിക്കും. അതുപോലെ ഫെറസ് അയണിനെയും ഫെറിക് അയണിനെയും, അതായത് +2 സ്റ്റേറ്റിലുള്ളതിനെയും +3 സ്റ്റേറ്റിലുള്ള അയണിനെയും കൂടെ കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ +2 സ്റ്റേറ്റിലുള്ള ഫെറസ് അയണിനെ ആയിരിക്കും നമ്മുടെ ബോഡിയിലോട്ട് റെഡിലി അബ്സോർബ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലുള്ളത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടല്ലോ, അയൺ ടോക്സിക് ആവുന്ന കണ്ടീഷൻ. അതെപ്പോഴാണ്? അയണിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള അളവിനെക്കാട്ടിൽ കൂടുമ്പോഴത്തേന് നമ്മുടെ ബോഡി ഓർഗൻസിലൊക്കെ കയറി എക്സസീവായിട്ട് സ്റ്റോർ ചെയ്ത് ബോഡി ഓർഗൻസിനെ ഡാമേജ് ചെയ്യുന്ന കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞു ഹീമോക്രൊമാറ്റോസിസ്. അതുപോലെ നമ്മുടെ അയണിൻ്റെ അളവ് ബോഡിയിൽ കുറഞ്ഞാലും അതും ബോഡിയെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ അയൺ കുറയുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അനീമിയ. അതായത് ബോഡിയിൽ അയൺ കണ്ടൻറ്റ് കുറയുമ്പോഴത്തേന് നമുക്ക് ക്ഷീണം, ഹെഡേക്ക് പോലെയുള്ള സിംറ്റംസ് ഒക്കെ വരും. ആ കണ്ടീഷനെയാണ് അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബയോകെമിസ്ട്രി ഓഫ് അയൺ ചോദിക്കുമ്പോഴത്തേന് നമ്മൾ കുറേ സ്പീഷീസ് പറഞ്ഞല്ലോ, അയൺ കണ്ടെയ്നിങ് സ്പീഷീസ്, അവരുടെ ഫങ്ഷൻസും എല്ലാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യണം അയണിൻ്റെ എക്സസീവ് കണ്ടൻറ്റ് കാരണം ഉണ്ടാകുന്ന ഡിസീസ് എന്താണ്, അയണിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസ് എങ്ങനെയാണ്, പ്ലാന്റ്സിനും അനിമൽസിൻ്റെ കേസിലും ഈ എക്സസ് ആയിട്ടുള്ള അയണിനെ പുറത്തോട്ട് എക്സ്ക്രീറ്റ് ചെയ്യാനായിട്ടുള്ള പ്രോപ്പർ മാർഗ്ഗങ്ങളുണ്ടോ ഇല്ലയോ, ഈ കാര്യങ്ങൾ ഇത്രയും വേണം ബയോകെമിസ്ട്രി ഓഫ് അയൺ 5 മാർക്കിന് ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ബയോകെമിസ്ട്രി ഓഫ് മഗ്നീഷ്യം ആൻഡ് കാൽഷ്യം കൂടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം മഗ്നീഷ്യവും കാൽഷ്യത്തിൻ്റെയും കൂടെ ബയോകെമിസ്ട്രി, അതായത് ബയോസിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ ബയോളജിക്കൽ വേൾഡിൽ
കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും റോൾ എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ. നമുക്കറിയാവുന്ന കാര്യമാണ് കാൽഷ്യം മെയിൻലി ഏതിൻ്റെ സ്ട്രക്ചറൽ മെറ്റീരിയലാണ്? ബോൺസിൻ്റെ, അതുപോലെ തന്നെ ഷെല്ലുള്ള ഓർഗാനിസംസിൻ്റെയൊക്കെ ഷെൽസ്, പിന്നെ അതുപോലെ തന്നെ ടീത്ത്. അപ്പോൾ ബോൺസ്, ടീത്ത്, ഷെൽസിൻ്റെയൊക്കെ സ്ട്രക്ചറൽ മെറ്റീരിയലാണ് കാൽഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ അല്ലെ അനിമൽസിൻ്റെ കേസിൽ ബോൺസും അതുപോലെ ടീത്തിൻ്റെ ഇനാമലും എല്ലാം കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഫോസ്ഫേറ്റ്, കാൽഷ്യത്തിൻ്റെ കോംപ്ലക്സസ് വഴിയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. കാൽഷ്യം ഹൈഡ്രോക്സൈഡും കാൽഷ്യം ഫോസ്ഫേറ്റുമാണ് നമ്മുടെ ബോൺസ്, ഇനാമൽ ഓഫ് ദ ടീത്തിൻ്റെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന മെയിനായിട്ടുള്ള കണ്ടൻറ്റ്. നമ്മുടെ ബോഡിയിലുള്ള 90% ഓഫ് കാൽഷ്യത്തിനെയും യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് ഈ ബോൺസും ടീത്തുമാണ്. അതായത് ഹ്യൂമൻ ബോഡിയിലുള്ള ടോട്ടൽ കാൽഷ്യം കണ്ടൻറ്റിൻ്റെ 90% ഈ ബോൺസിൻ്റെയും ടീത്തിൻ്റെയും ഫോർമേഷന് വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കാൽഷ്യത്തിന് ഇത് കൂടാതുള്ള ഫങ്ഷൻസ്, അതായത് ബോണിൻ്റെയും ടീത്തിൻ്റെയും ഫോർമേഷനിൽ ഇൻവോൾവ്മെൻ്റ് അല്ലാതെ അവരുടെ ഫങ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹോർമോൺസിനൊക്കെ, ബോഡിയിലുള്ള ഹോർമോൺസിനൊക്കെ കൃത്യസമയത്ത് ആക്ട് ചെയ്യാനായിട്ടുള്ള മെസ്സേജസ് പ്രൊവൈഡ് ചെയ്യും, ഒരു മെസ്സഞ്ചറായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ മസിൽസിനെയൊക്കെ ആവശ്യമുള്ള സമയത്ത് കോൺട്രാക്ട് ചെയ്യുക, റിലാക്സ് ചെയ്യുക എന്നുള്ള മെസ്സേജസ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ നെർവ് സിഗ്നൽസിന് കറക്റ്റായിട്ടുള്ള മെസ്സേജസ് പ്രൊവൈഡ് ചെയ്യും. അതായത് ഹോർമോൺസിന് കറക്റ്റായിട്ടുള്ള ടൈമിൽ ആക്ട് ചെയ്യാനായിട്ടുള്ള മെസ്സേജസ്, അതുപോലെ തന്നെ മസിൽസിന് കോൺട്രാക്ട് ചെയ്യാൻ, റിലാക്സ് ചെയ്യാനായിട്ട്, അതുപോലെ നെർവ് സിഗ്നൽസിന് കറക്റ്റ് ടൈമിലുള്ള മെസ്സേജസ് പ്രൊവൈഡ് ചെയ്യും. അടുത്ത ഫങ്ഷനാണ് കാൽഷ്യത്തിന് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്, അതായത് കാപ്പിലറീസ് എല്ലാം ബ്രേക്ക് ചെയ്യുകയാണ്, ബ്ലഡ് എക്സസീവായിട്ട് ബോഡിയിൽ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ കേസിൽ ആ പൊസിഷനിൽ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന മെറ്റലാണ് കാൽഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത റോള് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇനി പഠിക്കുന്നതാണ് സോഡിയം പൊട്ടാസ്യം പമ്പ്. അപ്പോൾ ഇനി പഠിക്കാൻ ആ ഒരു പോർഷനൂടെ ഉള്ളൂ ഇനി ഒരു സിലബസിൽ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ സോഡിയം പൊട്ടാസ്യം പമ്പ് ഫങ്ഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു കാൽഷ്യം പമ്പും ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ നമ്മുടെ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്ന ടൈമിൽ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് എക്സസീവായിട്ട് കാൽഷ്യത്തിനെ റിലീസ് ചെയ്യും. അപ്പം മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്ന ടൈമിൽ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് എക്സസീവായിട്ട് കാൽഷ്യത്തിനെ പുറത്തോട്ട് റിലീസ് ചെയ്യും. അതായത് ഓരോ മില്ലി സെക്കൻഡിലും 100 ടൈംസ് റിലീസ് ചെയ്യുന്ന കാൽഷ്യത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. അതായത് എക്സസീവായിട്ട് കാൽഷ്യത്തിനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തിരിച്ച് നമ്മുടെ മസിൽസ് റിലാക്സ് ചെയ്യുന്ന ടൈമിൽ ഈ റിലീസ് ചെയ്ത കാൽഷ്യത്തിനെ എല്ലാം കൂടെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലോട്ട് റീഅബ്സോർബ് ചെയ്യും. അതായത് മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്ന ടൈമിൽ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് എക്സസീവ് ആയിട്ടുള്ള കാൽഷ്യത്തിനെ റിലീസ് ചെയ്യുന്നു. തിരിച്ച് റിലാക്സ് ചെയ്യുന്ന ടൈമിൽ, ഈ മസിൽസ് റിലാക്സ് ചെയ്യുന്ന ടൈമിൽ ഈ പുറത്തോട്ട് വിട്ട Ca2+ കാൽഷ്യത്തിനെ എല്ലാം കൂടെ അങ്ങ് റീഅബ്സോർബ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കാൽഷ്യം പമ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മസിൽ കോൺട്രാക്ഷൻ റിലാക്സേഷന് വേണ്ടിയിട്ട് കാൽഷ്യത്തിനെ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ വലിയ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ ഫുഡ് ഐറ്റംസിലൂടെ ന്യൂട്രൽ ഫോസ്ഫേറ്റ് ആയിട്ടാണ് നമ്മുടെ ബോഡിയിലോട്ട് കാൽഷ്യം എൻറ്റർ ചെയ്യുന്നത്. ബോഡിയിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ഒരു ആസിഡ് മീഡിയ, അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ HCl പോലെയുള്ള ആസിഡ്സ് ഇല്ലേ, ഹൈഡ്രോക്ലോറിക് നമ്മുടെ ബോഡിയിലുള്ള ആസിഡ്സിൻ്റെ പ്രസൻസിലാണ് ഈ ന്യൂട്രൽ ആയിട്ടുള്ള സ്പീഷീസിനെ കാൽഷ്യം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് പോലെയുള്ള സ്പീഷീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ഇനിഷ്യലി ബോഡിയിലോട്ട് കാൽഷ്യം സ്പീഷീസ് എൻറ്റർ ചെയ്യുന്നത് ന്യൂട്രൽ ഫോസ്ഫേറ്റ്സ് ആയിട്ടാണ്. ബോഡിയിൽ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള ആസിഡ് മീഡിയത്തിൻ്റെ പ്രസൻസിലാണ് ഇവരെ കാൽഷ്യം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് പോലെയുള്ള ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള കാൽഷ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ ഭയങ്കര കുറവാണ്. 0.00222 to 0.0028 മോൾ പെർ ലിറ്റർ കുറഞ്ഞ കോൺസെൻട്രേഷനിൽ ആവശ്യമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കാൽഷ്യം ബോഡിയിൽ എക്സസ് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദോഷം എന്ന് പറഞ്ഞാൽ സ്റ്റോൺസ് ഒക്കെ ഇല്ലേ, കിഡ്നി സ്റ്റോൺസ്, അതുപോലെ തന്നെ സോൾട്ടും സ്റ്റോൺസും ഒക്കെ കയറി ഡിപ്പോസിറ്റ് ചെയ്യും ബോഡിയിൽ. അതാണ് എക്സസീവ് കാൽഷ്യം ആയാലുള്ള ബുദ്ധിമുട്ട്. അതുപോലെ ഇത് നമ്മൾ കാൽഷ്യത്തിൻ്റെ കേസല്ലേ പറഞ്ഞോളൂ.
ഇനി മഗ്നീഷ്യം അതുപോലെ തന്നെ കാൽഷ്യം മഗ്നീഷ്യം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള കുറച്ച് ആക്ഷൻസ് ആണ് ഇനി പറയുന്നത്. ബയോളജിക്കൽ സിസ്റ്റത്തിൽ മഗ്നീഷ്യത്തിൻ്റെ റോൾ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പം മഗ്നീഷ്യം കുറേ എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആക്ടിവേറ്റർ ഓഫ് സെവറൽ എൻസൈംസ്, കുറേ എൻസൈംസിൻ്റെ ആക്ടിവേറ്റേഴ്സ് ആയിട്ട് മഗ്നീഷ്യം ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽഷ്യം ഇവർ മൂന്നുപേരൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ കാർഡിയാക് മസിൽസിൻ്റെ, അതായത് ഹാർട്ടിലുള്ള കാർഡിയാക് മസിൽസിൻ്റെ കോൺട്രാക്ഷൻ്റെയും റിലാക്സേഷൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സിൻ്റെ റേറ്റിനെ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതായത് കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതൊരു സെറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റിനെ കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ഓർഗാനിക് സ്പീഷീസിനെയാണ് നമ്മൾ ഈ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്നത്. ഈ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സിൻ്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് മഗ്നീഷ്യത്തിനും കാൽഷ്യത്തിനും അതുപോലെ പൊട്ടാസ്യത്തിനും കമ്പൈൻഡ് ആയിട്ടുള്ള റോളുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് നമ്മൾ പറഞ്ഞു നമ്മുടെ ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റിനെ കൂട്ടാനായിട്ടുള്ള സംഭവമാണെന്ന്. അപ്പം ഓവർ ഡോസ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റ് അങ്ങ് കൂടിക്കഴിഞ്ഞാൽ അത് കാർഡിയാക് അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള കേസിലോട്ട് മാറും. അപ്പോഴത്തേന് നമ്മൾ പൊട്ടാസ്യം, മഗ്നീഷ്യം അവരെ ബോഡിയിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലൈക്കോസൈഡ്സിൻ്റെ ആക്ഷനെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സിൻ്റെ ആക്ഷൻ അല്ലെങ്കിൽ ഈ ഗ്ലൈക്കോസൈഡ്സിൻ്റെ ആക്ഷൻ ഭയങ്കര ഫാസ്റ്റായിട്ട് നിൽക്കുന്ന കേസാണെന്നുണ്ടെങ്കിൽ അവരെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് നമുക്ക് പൊട്ടാസ്യത്തിനെയും മഗ്നീഷ്യത്തിനെയും കൂടെ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ അവരുടെ ഫങ്ഷൻ സ്ലോ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാൽഷ്യത്തിനെയും ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്താ, ഹാർട്ടിൻ്റെ കമ്പൈൻഡ് ഹാർട്ട് ബീറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഹാർട്ട് ബീറ്റിൻ്റെ ആ ലെവലിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഗ്ലൈക്കോസൈഡ്സിൻ്റെ ആക്ടിവിറ്റി സ്ലോ ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫാസ്റ്റായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് പൊട്ടാസ്യത്തിനും മഗ്നീഷ്യത്തിനും ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ അവരുടെ ആക്ടിവിറ്റി സ്ലോ ആയിട്ടാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെ എൻഹാൻസ് ചെയ്യാനായിട്ട് കാൽഷ്യത്തിനെയും ബോഡിയിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും, കാർഡിയാക് മസിൽസിലോട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായ ഒരാൾക്ക് നമ്മൾ ഇ ഡി ടി എയും അതിൻ്റെ കൂടെ തന്നെ കാൽഷ്യത്തിനെയും കൂടെ ബോഡിയിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാൽഷ്യം ഇ ഡി ടി യു ആയിട്ട് ചേർന്നിട്ട് ഒരു സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് അയാളുടെ ഹാർട്ട് ബീറ്റിനെ വീണ്ടും റെസ്യൂം ചെയ്യാനായിട്ട് ഉള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായ പേഴ്സണിനകത്തോട്ട് നമുക്ക് അയാൾക്ക് കൊടുക്കേണ്ട ഒരു ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇ ഡി ടിയും കാൽഷ്യവും കൂടെ ബോഡിയിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യും. അപ്പോൾ ഈ കാൽഷ്യം ഇ ഡി ടി ആയിട്ട് ചേർന്നിട്ട് ഒരു സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് ഹാർട്ട് ബീറ്റ് വീണ്ടെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ കാൽഷ്യത്തിൻ്റെ മഗ്നീഷ്യത്തിൻ്റെ കൂടെ കമ്പൈൻഡ് ആക്ഷൻ വരുന്നതാണ് ബാക്ടീരിയാസിൻ്റെ കേസിൽ. അതായത് ബാക്ടീരിയാസിൻ്റെയൊക്കെ സെൽ വോളിൽ കാൽഷ്യവും മഗ്നീഷ്യം അയോൺസ് കാണപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഒരു ഇ ഡി ടി എ സിസ്റ്റം ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാക്ടീരിയയുടെ സെൽ വാളിലുള്ള കാൽഷ്യം മഗ്നീഷ്യം കൂടെ കയറി ഇ ഡി ടി യു ആയിട്ട് അങ്ങ് ബൈൻഡ് ചെയ്യും. അപ്പോൾ ഇ ഡി ടി യു ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഇവരൊരു സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്യും. അപ്പോൾ സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്താൽ അവരിയ്ക്കുന്ന ആ സെൽ വാൾ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു ബാക്ടീരിയയുടെ സെൽ വാളിലാണ് ഇരിക്കുന്നത്, ആ സെൽ വാളിനെ ഇവരങ്ങ് നശിപ്പിച്ച് കളയും. അതിൻ്റെ ഫലമായിട്ട് ബാക്ടീരിയാസ് അല്ലെങ്കിൽ ആ മൈക്രോ ഓർഗാനിസംസ് നശിച്ചു. അപ്പോൾ എന്താ പറഞ്ഞത്, കാൽഷ്യവും മഗ്നീഷ്യത്തിൻ്റെ കമ്പൈൻഡ് ഇഫക്റ്റ് കൊണ്ട് ബാക്ടീരിയാസിനെ കില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അതായത് ബാക്ടീരിയാസിൻ്റെ സെൽ വോളിൽ കാൽഷ്യം മഗ്നീഷ്യം അയോൺസ് കാണും. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലോട്ട് നമ്മളൊരു ഇ ഡി ടി എ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ ഡി ടി എയും ഈ കാൽഷ്യം മഗ്നീഷ്യയുടെ കമ്പൈൻ ചെയ്തിട്ടൊരു സ്റ്റേബിൾ സ്പീഷീസ് ഉണ്ടാവും. അത് ആ ഇരിക്കുന്ന സെൽ വോൾ അങ്ങ് നശിപ്പിച്ച് കളയും. സെൽ വോൾ നശിപ്പിച്ച് കളഞ്ഞാൽ ആ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ആ മൈക്രോ ഓർഗാനിസം കില്ലായിപ്പോവും. അപ്പോൾ ഇത്രയാണ് ബയോളജിക്കൽ വേൾഡിലുള്ള കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഫങ്ഷനിങ്. ഇപ്പോൾ ഒന്നുകൂടെ ഓവറോൾ പറയാം. ഇപ്പോൾ കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും റോള് ബയോകെമിസ്ട്രിയിൽ എങ്ങനെയാണെന്ന്.
കാൽഷ്യം മെയിൻലി കണ്ടുവരുന്നത് ബോൺസിൻ്റെ അല്ലെങ്കിൽ ഷെൽസിൻ്റെ അല്ലെങ്കിൽ ടീത്തിൻ്റെ ഒക്കെ സ്ട്രക്ചറൽ മെറ്റീരിയലായിട്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഫോസ്ഫേറ്റ് ഈ രൂപത്തിലാണ് മെയിൻലി ഇത് കണ്ടുവരുന്നത്. നമ്മുടെ ബോഡിയിലുള്ള ടോട്ടലിൽ 90% കാൽഷ്യത്തിനെയും യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് ഈ ബോൺസിനെയും ടീത്തിനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇത് കൂടാതെയുള്ള കാൽഷ്യത്തിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഹോർമോൺസിനൊക്കെ കറക്റ്റ് ടൈമിൽ ആക്ട് ചെയ്യാനായിട്ടുള്ള മെസ്സേജസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ മസിലിൻ്റെയൊക്കെ കോൺട്രാക്ഷൻ റിലാക്സേഷൻ ആവശ്യമായിട്ട് കറക്റ്റ് ടൈമിൽ മെസ്സേജസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നെർവ് സിഗ്നൽസിന് മെസ്സേജസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കാപ്പിലറീസ് ഒക്കെ ബ്രേക്ക് ആവുന്ന ടൈമിൽ അവിടെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നതിൽ കാൽഷ്യത്തിന് റോളുണ്ട്. പിന്നെ കാൽഷ്യം പമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസൊക്കെ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് സർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്ത് നിന്ന് എക്സസീവായിട്ട് കാൽഷ്യത്തിനെ പുറത്തോട്ട് വിടും. ഒരു മില്ലി സെക്കൻഡിൽ 100 ടൈംസ് ഇരട്ടിയാണ് കാൽഷ്യത്തിനെ പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം തിരിച്ച് മസിൽ റിലാക്സ് ചെയ്യുന്ന ടൈമിൽ ഈ പുറത്തോട്ട് വിട്ട കാൽഷ്യത്തിനെ എല്ലാം കൂടെ സർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലോട്ട് റീഅബ്സോർബ് ചെയ്യും. അപ്പം നമ്മുടെ മസിൽ കോൺട്രാക്റ്റ് റിലാക്സ് ചെയ്യുന്ന ടൈമിൽ ഈ പമ്പ് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ കാൽഷ്യം പമ്പ് എന്ന് പറയുന്നത്. പിന്നെ എക്സസീവായിട്ട് കാൽഷ്യം ബോഡിയിൽ കയറി അക്യുമുലേറ്റ് ചെയ്യുന്നത് മുഖാന്തരമാണ് സ്റ്റോൺസ് ഒക്കെ ബോഡിയിൽ രൂപപ്പെടാനായിട്ടുള്ള കാരണമാവുന്നത്. പിന്നെ മഗ്നീഷ്യത്തിൻ്റെ ഫംഗ്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിൽ മഗ്നീഷ്യത്തിന് റോളുണ്ട്. പിന്നെ നമ്മുടെ കാർഡിയാക് മസിൽസിൻ്റെ ഫങ്ഷനിങ്ങിൽ കാൽഷ്യത്തിനും മഗ്നീഷ്യത്തിനും പൊട്ടാസ്യത്തിനും കൂടെ കമ്പൈൻഡ് ആക്ടിവിറ്റി ഉണ്ട്. അതായത് നമ്മുടെ കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ ഇപ്പം ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റിൽ വ്യത്യാസം വരുമ്പോഴത്തേന് ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് യൂസ്ഫുൾ ആണ്. അതായത് ഇപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടി നിൽക്കുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ അവരെ റെഡ്യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാനായിട്ട് മഗ്നീഷ്യം പൊട്ടാസ്യം ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കാർഡിയാക് മസിൽസിലോട്ട്. അതേസമയം ഇവരുടെ ഹാർട്ട് ബീറ്റിൻ്റെ ആ റേറ്റ് കുറയുന്ന കണ്ടീഷനിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡിയാക് മസിൽസിലോട്ട് കാൽഷ്യത്തിനെയും നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം കാർഡിയാക് അറസ്റ്റായിട്ട് വരുന്ന ഒരാൾക്ക് ഹാർട്ട് ബീറ്റ് വീണ്ടെടുക്കാനായിട്ട് ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ EDTA കാൽഷ്യവും കൂടെ ഇഞ്ചെക്റ്റ് ചെയ്യും. അപ്പോഴത്തേന് EDTA ആയിട്ട് ചേർന്ന് കാൽഷ്യം ഒരു സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് ആ ഹാർട്ട് ബീറ്റ് വീണ്ടെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് കാർഡിയാക് മസിൽസ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ കേസിൽ കാൽഷ്യം മഗ്നീഷ്യത്തിൻ്റെ ഫംഗ്ഷൻ. പിന്നെ വരുന്നത് കാൽഷ്യം മഗ്നീഷ്യം കമ്പൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ബാക്ടീരിയാസിൻ്റെ കേസിൽ ബാക്ടീരിയയുടെ സെൽ വോളിൽ ഇവർ കാൽഷ്യം മഗ്നീഷ്യം ഉണ്ട്. സോ നമ്മളൊരു EDT ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോഴത്തേന് EDT ആയിട്ട് ചേർന്നിട്ട് ഇവരൊരു സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് ആ ഇരിക്കുന്ന സെൽ വോൾ ഇവർ നശിപ്പിക്കും. സെൽ വോൾ നശിച്ച് കഴിയുമ്പോഴത്തേന് ഫെർദർ ആ ബാക്ടീരിയ അല്ലെങ്കിൽ ആ മൈക്രോ ഓർഗാനിസംസിനെ അവിടെ കില്ല് ചെയ്യുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ബയോകെമിസ്ട്രി ഓഫ് മഗ്നീഷ്യം ആൻഡ് കാൽഷ്യം. അത് നമ്മുടെ ഈ മഗ്നീഷ്യം കാൽഷ്യത്തിൻ്റെ സിലബസിൽ നമുക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് സ്ട്രക്ചറും കാര്യങ്ങളും ഒന്നും വേണ്ട, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രം മതിയാണ്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് സിമ്പിളാക്കി പഠിക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പോർഷനകത്ത് ഈ ചാപ്റ്ററിനകത്ത് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്ന ഒരു പോർഷനും കൂടെ ഉള്ളൂ. അതുകൂടെ ആകുമ്പോഴത്തേന് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഇത്രയേ ഉള്ളൂ.